ശ്രീ എം പി താങ്കൾ തിരക്കിലാണ് ഒന്ന് തുടരുക. അനിൽകുമാർ, സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത്, തെറ്റായ സാമ്പത്തിക നയങ്ങൾ, അതാണ് പ്രധാനമായും കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നതിന് കാരണം. അതിന് കേന്ദ്രത്തെ മാത്രം അങ്ങ് പഴിച്ചിട്ട് കാര്യമില്ലെന്നാണ് ഇവിടെ കൊടിൽക്കുന്നും സുരേഷ് അടക്കമുള്ളവർ പറയുന്നത്. നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അത് കൈകാര്യം ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയമായി സംസാരിക്കാനാണ് ഒരു കോൺഗ്രസിന്റെ ദേശീയ നേതാവെന്ന പദവി ഇരിക്കുന്നതായി നമ്മൾ ധരിക്കുന്ന ഒരാൾ ഇപ്പോൾ ഇവിടെ ശ്രമിക്കേണ്ടിയിരുന്നത്. അതിനു പകരം ക്ലിഫ് ഹൗസിൽ എന്തോ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു. കെ കരുണാകരന്റെ കാലത്ത് അവിടെ ഒരു നീന്തൽക്കുളമുണ്ട്, നന്നാക്കേണ്ടി വരുന്നത് പിണറായി സർക്കാരിന്റെ ആവശ്യമാണോ ഗതികേടാണോ? പിന്നെ ഒരു ക്ലിഫ് ഹൗസിനകത്ത് ലിഫ്റ്റ് വെക്കുക എന്ന് പറയുന്നത് എന്തോ മഹാകാര്യമാണോ? ഒരു ക്ലിഫ് ഹൗസിന്റെ മതില് ഉയർത്തി കിട്ടുന്നത് പിണറായി വിജയൻ വീട്ടിൽ കൊണ്ടുപോകുന്ന കാര്യമാണോ? നമ്മുടെ ഒരു ചർച്ച പങ്കെടുക്കുമ്പോൾ ഉയർന്ന നേതാക്കന്മാർ, നിലവാരമുള്ള നേതാക്കന്മാർ നിലവാരത്തോടെ വർത്താനം പറയണം. അവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ഉന്നയിച്ച ഒന്നാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായി പങ്കിടാത്ത 13% സെസ് പിരിക്കുന്നതിനെ കുറിച്ച് എന്താണ് ബഹുമാനപ്പെട്ട കൊടിക്കുന്നിന്റെ അഭിപ്രായം? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, വികസിത സംസ്ഥാനങ്ങൾക്ക് പണം കുറവ് കിട്ടുന്ന വിധം ധനകാര്യ കമ്മീഷന്റെ പണം വിതരണ മാനദണ്ഡങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, കേന്ദ്ര സർക്കാർ UPA സർക്കാരിന്റെ കാലത്ത് 75% അവര് കേന്ദ്ര വിഹിതമായി കേന്ദ്ര പദ്ധതികൾ നൽകിയിരുന്നത്. അത് മോദി സർക്കാർ 60% കുറച്ചപ്പോൾ 40% സംസ്ഥാന വിഹിതം വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഇതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നാലാമത്തെ കാര്യം, UPA സർക്കാർ നൽകിക്കൊണ്ടിരുന്ന പണം അത് സംസ്ഥാനങ്ങൾ ചെലവിട്ട ശേഷം ക്ലെയിം ചെയ്യുമ്പോൾ കിട്ടും, സംശയമില്ല. പക്ഷെ അങ്ങനെ ചെലവിടുമ്പോൾ അത് അതാത് ദിവസം സംസ്ഥാന സർക്കാരിന്റെ കടബാധ്യപ്പെടുത്തുക എന്ന പതിവ് മൻമോഹൻ സിംഗ് ചെയ്തിരുന്നില്ല. നരേന്ദ്രമോദി ചെയ്യുന്നത് കേന്ദ്രത്തിന് വേണ്ടി നമ്മൾ അരി കൊടുക്കുമ്പോഴും മറ്റു കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്ന ചെലവുകൾ അന്ന് സംസ്ഥാന ഗവൺമെന്റ് കടബാധ്യപ്പെടുത്തുകയാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഞ്ചാമത്തെ പ്രധാനപ്പെട്ട തർക്കം എന്താണ്? അധികാരം മുഴുവൻ കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്യുന്നതിന്റെ ഭാഗമായി കടമെടുപ്പ് പരിധി. ഒരു സംസ്ഥാനത്തിന് 3% കടമെടുക്കാം. അത് കടമെടുപ്പ് പരിധിയിൽ നിയമവിരുദ്ധമായി വെട്ടിക്കുറവ് വരുത്തുന്നു കേന്ദ്രം. ഇതിനോട് നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? ഈ 5 ചോദ്യങ്ങളാണ് സമരത്തിന് ആധാരം. ഈ 5 ചോദ്യങ്ങൾക്കും ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴിയാണ് ഉത്തരം എന്ന് പറയുന്നവരുടെ നിലവാരം ജനങ്ങൾ മനസ്സിലാക്കട്ടെ. തീർച്ചയായിട്ടും. എന്തായാലും രാഷ്ട്രീയമായി ഇടതുപക്ഷം എടുക്കുന്ന നിലപാട് അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിൽ ഒരു വ്യക്തത വരുത്തുന്നില്ല. അവസാനമായി